ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകണം. നമുക്കതിനാവശ്യം ന്യൂസ് പേപ്പറും പിന്നെ കാർഡ്ബോർഡും പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് പശയും മാത്രം മതി. അപ്പോൾ സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി പുൽക്കൂട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. നമുക്കിതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് തുമ്പത്തുനിന്ന് ഇങ്ങനെ ചുരുട്ടി തുടങ്ങാം. എന്നിട്ട് നമ്മളൊരു സ്റ്റിക്ക് പോലെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് കട്ടി കൂടുതൽ വേണമെങ്കിൽ ഒരു 2-3 പേപ്പർ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ചുരുട്ടുക. ഇപ്പോൾ നമ്മൾ എന്തിനുണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ ആ തൂണ് പോലെയില്ലേ, അത് ഉണ്ടാക്കാനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം ഇത്രയും കട്ടി മതി അത് മതി, പക്ഷേ ഇത്തിരി കൂടി കട്ടി വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു പേപ്പർ കൊണ്ട് വെച്ച് ചുരുട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ 2-3 ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇനി നമ്മൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചിട്ടുണ്ടാകില്ലേ സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് ന്യൂസ് പേപ്പർ, അത് ഇതിൻ്റെ അത്രയും ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഒരു റെക്റ്റാങ്കിൾ പീസ് വെട്ടി വെച്ചിട്ടുണ്ടാകില്ലേ കാർഡ്ബോർഡിൻ്റെ, അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടി വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതിന്മേ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ പിന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് ലെങ്ത്തൊക്കെ നോക്കിയിട്ട്, അപ്പോൾ ആ സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ തൂണ് പോലെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. 2 ഭാഗത്ത് തൂണ് വെക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക മറ്റേ കാർഡ്ബോർഡ് വെക്കി. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ മേൽക്കൂരയും കൂടിയൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മേൽക്കൂരൊക്കെ വെച്ച് എല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബ്രൗൺ പെയിൻറ്റാണ് അടിക്കണേ, പോസ്റ്റർ കളറാണ് അടിക്കണത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മറ്റേ ആക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് പെയിൻ്റാണുള്ളത് അത് യൂസ് ചെയ്യാം. ഏത് അങ്ങനെ ഇന്ന പെയിൻറ്റ് വേണമെന്നൊന്നുമില്ല. അതുപോലെ ബ്ലാക്ക് പെയിൻ്റ് ഉള്ളൂ വെച്ചാൽ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ഇപ്പം നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ നീണ്ടു നിൽക്കണ ഭാഗത്തെ ആ പൈക്കോലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക, എന്നിട്ട് രൂപങ്ങളൊക്കെ വെച്ച് സെറ്റാക്കുക. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിനി എന്തായാലും ഈ ക്രിസ്മസ് ആകുമ്പോൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ഐഡിയ ആയിട്ട് വരാം. ബൈ.